ഇന്ന് ഞാനിവിടെ ക്യാരറ്റ് റവ ലഡുവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലെ 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടി 1 കപ്പ് റോസ്റ്റഡ് റവ, 1/4 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി, കുറച്ച് കിസ്മിസും കാഷ്നട്ടും. ഈ കാഷ്നട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, തീരെ പൊടിഞ്ഞു പോകരുത്. പിന്നെ 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് വേണം, 3 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. ഈ 3 ടേബിൾ സ്പൂൺ നെയ്യിൽ 1 ടേബിൾ സ്പൂൺ നെയ്യിലാണ് നമ്മൾ ഈ കിസ്മിസും കാഷ്നട്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ബാക്കിയിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ നെയ്യിലാണ് ഈ ക്യാരറ്റും റവയും ഇട്ട് റോസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ക്യാരറ്റ് ഇവിടെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ കാഷ്നട്ട് ക്രഷ് ചെയ്തത് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കളർന്ന് മാറുമ്പോഴേക്ക് നമുക്ക് ഇത് നെയ്യിൽ നിന്ന് മാറ്റാം. ഇതേ നെയ്യിൽ തന്നെ കിസ്മിസും ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കിസ്മിസ് ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് റവ റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ റവ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. റവയുടെ കളർ മാറി വരുന്നുണ്ട്. ഈ സമയം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതേ പാൻ തന്നെ നമ്മൾ തേങ്ങ വറുക്കാൻ ഉപയോഗിക്കുന്നത് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല. തേങ്ങയുടെ കളർ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ഇനി ഇതും ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതേ പാൻ തന്നെയാണ് ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇതിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് ഇതിൽ നമ്മൾ ചേർക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് ഓരോരുത്തർക്കും മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും റവയും കൂടിയിട്ട് ഇളക്കി കൊടുക്കാം. ഇതിവിടെ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതിവിടെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളയാക്കി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ടൈറ്റ് ചെയ്ത് തന്നെ ഉരുട്ടണം. ഇതെല്ലാം ഉരുട്ടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് റവ ലഡു ഇവിടെ തയ്യാറായി. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.